ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഇതുപോലെയുള്ള ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ, അതായത് നമ്മളുടെ ആൽബം എല്ലാം നമ്മൾ എങ്ങനെയാണോ നമ്മുടെ പേജസ് മറിക്കുന്നത് അതുപോലെയുള്ള ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ വളരെ സിമ്പിളായി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ഇമേജസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇമേജസിനെല്ലാം ഈ സ്ലൈഡുകളുടെ ബാക്ക്ഗ്രൗണ്ടായി നൽകാം. അതിനായി ഞാൻ ആദ്യം തന്നെ ഈ ഇമേജ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇവിടെ വൈറ്റ് സ്പേസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ഫിൽ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ നിന്നും പിക്ചർ ഓർ ടെക്സ്ചർ ഫിൽ സെലക്ട് ചെയ്ത് ഇവിടെ ക്ലിപ്പ് ബോർഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഇമേജ് ഈ സ്ലൈഡിന് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് അപ്പിയർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ സ്ലൈഡിലും ചെയ്യുകയാണ്. ഈ ഇമേജസ് എല്ലാം ഞാൻ പവർ പോയിന്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇമേജസ് തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പവർ പോയിന്റിലേക്ക് ഇമേജ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മുടെ മുൻപത്തെ വീഡിയോകളിലൂടെ എല്ലാം ഒരുപാട് തവണ പറഞ്ഞതാണ്. ഇപ്പോൾ നമ്മുടെ എല്ലാ ഇമേജസും ഈ സ്ലൈഡിന് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സ്ലൈഡിലും ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം ഒരു ടെക്സ്റ്റ് ബോക്സ് മാത്രം ആഡ് ചെയ്യുകയാണ്. ഒരു സാമ്പിൾ ടെക്സ്റ്റ് ഇതിൽ ആഡ് ചെയ്ത് നൽകുകയാണ്. ഇത് സെലക്ട് ചെയ്ത് ഇതിൻ്റെ സൈസ് ഞാൻ ഇൻക്രീസ് ചെയ്യുന്നു. ഒന്ന് ബോൾഡ് ചെയ്ത് നൽകുന്നു. ഈ ടെക്സ്റ്റ് ബോക്സ് ഞാൻ എല്ലാ സ്ലൈഡിലേക്കും കോപ്പി ചെയ്ത് നൽകുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് നൽകാവുന്നു. ഇവിടെ ഞാൻ ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് വൈറ്റ് ആക്കി നൽകുന്നു. ഈ ഒരു സ്ലൈഡിലും കളർ വൈറ്റ് നൽകുന്നു. നിങ്ങളുടെ ആവശ്യാനുസരണം ഏത് ടെക്സ്റ്റ് ആണോ വേണ്ടത് അത് തന്നെ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് നൽകാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ സ്ലൈഡുകൾക്ക് വേണ്ട ആനിമേഷൻ നൽകാം. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ ടെക്സ്റ്റുകൾക്ക് ആനിമേഷൻസ് ഒന്നും നൽകുന്നില്ല. എല്ലാ സ്ലൈഡും സെലക്ട് ചെയ്ത് ട്രാൻസിഷൻ മാത്രം നൽകുകയാണ്. അതിനായി ഞാൻ ആദ്യത്തെ സ്ലൈഡ് സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിലെ ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ അവസാനത്തെ സ്ലൈഡിൽ വന്ന് അതുകൂടി ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് എല്ലാ സ്ലൈഡും ഒരുമിച്ച് സെലക്ട് ആയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ട്രാൻസിഷൻസ് എന്ന ടാബിൽ നിന്നും ഞാൻ ഈ ഡ്രോപ്പ് ഡൗൺ മെനു ക്ലിക്ക് ചെയ്ത് ഇവിടെ എക്സൈറ്റിംഗ് എന്നുള്ള ഒരു ഗ്രൂപ്പ് കാണാം. അതിൽ നിന്നും പേജ് കേൾ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് സ്ലൈഡ് ഷോ അപ്ലൈ ചെയ്ത് നോക്കാം. രണ്ടാമത്തെ പേജ് മുതൽ പേജ് കേൾ എന്നുള്ള ഈ ഒരു ട്രാൻസിഷൻ ഉപയോഗിച്ചതിനുള്ള മാറ്റം നമുക്കിവിടെ കാണാം. അതായത് ഓരോ പേജസും നമ്മൾ ഓരോ ബുക്കിൻ്റെ പേജ് അല്ലെങ്കിൽ ഒരു ആൽബം പേജ് മറിക്കുന്നത് പോലെയുള്ള ഒരു എഫക്റ്റ് നമുക്കിവിടെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പുറകോട്ട് പോവുകയാണെങ്കിലും നമുക്ക് ഓരോ പേജസും പിന്നോട്ട് മറിയുന്നത് പോലെ
വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എഫക്റ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. സോ അത്രയുമായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.